ജേക്സി തോമസ്, ഇവിടെ ആശമാർ കേന്ദ്രത്തിന് കീഴിലുള്ളവരാണ്. ആ പ്രസ്താവനയോട് നിരുപാധികം യോജിക്കുന്നു. ജെ.കെ. നെഞ്ചത്ത് കൈവച്ച് പറ, അതെങ്കിലും ഈ 10,000 അംഗീകരിച്ച് ഈ സമരം തീർക്കാതിരിക്കാനും മാത്രം ഗതികെട്ട കോലത്തിലാണോ കേരളത്തിന്റെ ഖജനാവ്? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. നടത്തിയിട്ടുള്ള RSSനെ രക്ഷിക്കാനുള്ള ഒരു RSS രക്ഷാ യോജന സമരമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം മാറിയിട്ടുണ്ട്. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് പിന്നെയാണ് നിങ്ങൾക്ക്. അപ്പോഴോ ആ BJPയുടെ നേതാവ് നിങ്ങളുടെ സമരപ്പന്തലിൽ വരുന്നു, നിങ്ങൾക്ക് കിറ്റ് നൽകുന്നു, നിങ്ങൾ സെൽഫി എടുക്കുന്നു, നിങ്ങൾ ആർത്തുല്ലസിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. സുരേഷ് ഗോപിയല്ലേ കേന്ദ്രമന്ത്രി? കേരളം നിങ്ങളെ മാറോട് അടച്ച് സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറയുന്നത്? നിങ്ങളെ കാത്തു സംരക്ഷിച്ചോ? പ്രത്യേകത എന്താണ്? സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറയുന്നത്? അതെ, അതും അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ബി.ജെ.പി നേതാക്കൾ, നേതാക്കന്മാർ ഇവരുടെ സമരപ്പന്തലിൽ വരുന്നു. ഞാൻ പറഞ്ഞു ബി.ജെ.പിയുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ജെ.കെ. നിലപാടുണ്ടോ? ഇല്ല. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ, ഒന്ന് പ്ലേ ചെയ്യാവോ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? ഒന്ന് പ്ലേ ആവോ? വിഴിഞ്ഞം സമരകാലത്ത് VV രാജേഷും ആനാവൂർ നാഗപ്പനും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കണ്ടതല്ലേ വിഷല? ഞാൻ പെട്ടു ഇല്ലേ? ജെ.സി. തോമസ് വിഷല് കാണിക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്താ? താങ്കൾ ഇപ്പൊ പറഞ്ഞ സംശയം എന്താ ചോദിച്ചത്? സംശയം വേണം ജെ.കെ. വിഴിഞ്ഞം സമരകാലത്തെ സമരം പൊളിക്കാൻ CPM-ന് ജില്ലാ സെക്രട്ടറിയും BJP-യുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറിയുടെ മുന്നിലെ ദൃശ്യങ്ങളാണ് കാണുന്നേ. അതല്ല ഉദ്ദേശം. അതുകൊണ്ട് BJP-കാരൻ സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ അപരാധവാക്കല്ലേ ജെ.കെ. തോളോട് തോൾ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ നേതാക്കൾ. തോളോട് തോൾ ചേർന്ന് നിൽക്കുക സയാമീസ് ഇരട്ടകളെ പോലെ നിങ്ങളുടെ നേതാക്കൾ. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഏതെങ്കിലും BMS-ന്റെ വാർത്താക്കുറിപ്പല്ല. അദൃശ്യമായ രീതിയിൽ ഏതോ RSS-കാരൻ കയറിക്കുന്നു ഗോവിന്ദമാഷ് പറയുന്നതല്ല. RSS-കാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുക ഒരു സമരമുഖത്ത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗോപി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജെ.കെ. നാണമുണ്ടോ? ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുമായിട്ട് അങ്ങ് നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരുടെയും വാദമാണ്. ജെ.കെ. പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരും വന്നിരുന്ന് ആവർത്തിക്കുന്നതാണ് കാര്യം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. ആറന്മുള വിമാനത്താവള സമരത്തിന് MA ബേബിയും കുമ്മനം ഒന്നിച്ചാൽ ജെ.കെ. മറുപടി ഉണ്ടോ? ഒരു കേന്ദ്രമന്ത്രി വന്നത് മഹാപരാധോ? എനിക്കിത് കിട്ടണം. ഞാൻ പറയട്ടെ, EP ജയരാജന്റെ വീട്ടിൽ ഒരു RSS-കാരൻ ആരംഭിച്ചു. മറുപടി ഉണ്ടോ ജെ.കെ.? ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പോയിട്ട് വരാം.